അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ട എല്ലാ മാർഗദർശനങ്ങളും കൃത്യമായി പഠിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, കൃത്യമായ മാർഗദർശനം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, സ്വർഗത്തിലെ എല്ലാ ഫലവർഗ്ഗങ്ങളും നിനക്ക് കഴിക്കാം, പക്ഷേ ഈ മരത്തോട് നീ സമീപിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്നത. ആദം അലൈഹിസ്സലാമിനോടും ഭാര്യയോടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അവിടെ സ്വസ്ഥമായി സുന്ദരമായി ജീവിക്കാൻ അല്ലാഹു അവസരം നൽകി. എന്നിട്ട് അവരോട് പറയാണ്, വലാ തഖറബാ ഹാദിഹി ഷജറ, നീ ഇന്ന മരത്തോട് സമീപിക്കരുത്, അതിലെ കായ്കനികൾ ഭക്ഷിക്കരുത്. അങ്ങനെ ഭക്ഷിക്കാൻ ഇടയായാലോ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ രണ്ടുപേരും അക്രമികളുടെ കൂട്ടത്തിലായി പോകും എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അവരോട് പറഞ്ഞ ഉപദേശത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. പക്ഷേ പിശാച് എന്നത് നമ്മുടെ മുഖ്യ ശത്രുവാണ്. ആ പിശാച് അവർക്കിടയിൽ അവരെ തെറ്റിക്കാൻ, റബ്ബിന്റെ കൽപ്പനയ്ക്ക് എതിരു പ്രവർത്തിക്കാൻ പിശാച് അഹോരാത്രം പരിശ്രമിച്ചു. അവസാനം ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നിട്ട് ഫവസ്വസ ലഹുമ ശൈത്താനു ലിയുബ്ദിയ ലഹുമാ മാ വൂദിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ. പിശാച് അവിടെ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. ഈ മരം നിങ്ങൾക്ക് എന്തുകൊണ്ട് വിലക്കിയെന്ന് നിങ്ങൾക്കറിയോ? പിശാച് ഏറ്റവും നല്ല ഒരു ഉപദേഷ്ടാവായിക്കൊണ്ടാണ് അവിടെ ആദം അലൈഹിസ്സലാമിനടുത്ത് സമീപിക്കുന്നത്. ഇല്ലാ അൻ തകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ, ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി മാറാതിരിക്കാൻ, അതല്ലെങ്കിൽ ഈ സ്വർഗമെന്ന അനുഗ്രഹ ലോകത്ത് എന്നൊന്നും നിത്യവാസികളാകാതിരിക്കാനാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത് എന്ന് പിശാചിന്റെ ഉപദേശം. ആ ഉപദേശത്തിൽ സംശയം തോന്നാതിരിക്കാൻ വീണ്ടും പറയുകയാണ്, വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ, ഞാനൊരു ഉപദേഷ്ടാവാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആദം അലൈഹിസ്സലാമിനെ വലയിലാക്കാൻ, പിശാചിന്റെ പ്രേരണയ്ക്ക് വിധേയപ്പെടാൻ അവിടെ പല രൂപത്തിൽ പരിശ്രമിക്കുകയാണ്. അവസാനം ആ ഒരു പിശാചിന്റെ ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആ മരത്തിനോട് സമീപിക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാണ്, വ അഖുൽ ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവ്വും മുബീൻ, പിശാചി എന്നത് വ്യക്തമായ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് പിശാചി എന്നത് നമ്മെ വഴിതെറ്റിപ്പിക്കാൻ, നേരായ പാതയിൽ നിന്ന് നേർവഴിയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാൻ പിശാച് അഹോരാത്രം പരിശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ആദം അലൈഹിസ്സലാമിനോടും ഹവ്വ ബീവിയോടും ഉപദേശം കൊടുത്തു. അവർ അവിടെ പറ്റിക്കപ്പെട്ടു, പിശാച് അവരെ വഞ്ചിച്ചു. പിന്നെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആദം സന്തതികളെ, പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. പിശാച് അവന്റെ കുതന്ത്രം എല്ലാ സമയത്തും എടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അവനെടുത്ത കുതന്ത്രം നിങ്ങൾക്കറിയാലോ. അതുപോലെ നിങ്ങളിലും കുതന്ത്രം പ്രയോഗിക്കാൻ പിശാച് മടിക്കുകയില്ല. അതുകൊണ്ട് അവന്റെ ഫിത്നയിൽ നീ ആയിപ്പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഉണർത്തുന്നുണ്ട്. കാരണം പിശാച് എല്ലാ സന്ദർഭങ്ങളിലും നേർപഥത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാൻ അവൻ നമ്മുടെ പിന്നാലെയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നമുക്ക് ആ പിശാചിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ പിശാചും പിശാചിന്റെ കൂട്ടുകാരും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹു പറയാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നാണ്. വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പിശാചുക്കൾ ഔലിയാക്കന്മാരാണെന്നാണ്. അതുകൊണ്ട് പിശാചുക്കൾക്ക് വഴിപ്പെടുന്ന ആളുകളായി ഒരു വിശ്വാസി മാറാൻ പാടില്ല. പിശാചിന്റെ പ്രേരണയിൽ വഴിപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പിശാചിനെ നമ്മൾ കരുതിയിരിക്കണമെന്നും ആ പിശാചിനെ പ്രത്യക്ഷമായ ശത്രുവായിക്കൊണ്ട് തന്നെ കാണണമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ശരിയായ മാർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു നൽകിയപ്പോൾ ഹാദാ സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞ് ശേഷം ഉടനെ പറഞ്ഞത് വലാ യസുദ്ദന്നകുമുശ് ശൈത്വാനു ഇന്നഹു ലകും അദുവ്വും മുബീൻ. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, നേർവഴിയിൽ നിന്ന് പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പിശാച് പ്രത്യക്ഷമായ മുഖ്യ ശത്രുവാണ് എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പിശാചിനെ കരുതിയിരിക്കുക. ഏത് സന്ദർഭത്തിലും പൈശാചികമായ പ്രവർത്തനങ്ങളെ നമ്മൾ കരുതലോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്
പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ വേണ്ടി നമ്മുടെ പിന്നാലെയുണ്ട് മിംബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പിശാചിന്റെ പരിശ്രമം അത് ഇടമുറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിശാചിൽ നിന്നകന്ന് റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.